നീറ്റ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഉടച്ചു വാർക്കും എന്നുമാണ് മന്ത്രിയുടെ നിലപാട്. എന്നാൽ ക്രമക്കേട് ആസൂത്രിതമെന്നും സിബിഐ അന്വേഷണമോ സുപ്രീംകോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ വേണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ബീഹാറിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ നീറ്റ് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഇരുട്ടിൽ നിർത്താൻ കഴിയില്ല എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യമില്ല. ബീഹാർ പോലീസ് നടത്തുന്ന അന്വേഷണം സുതാര്യമാണ്. കുറ്റക്കാരെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചെന്ന് പറഞ്ഞ മന്ത്രി കർശനമായ നടപടി ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു. नीट परीक्षा के संबंध में हमें बिहार सरकार की ओर से हम लोग लगातार संपर्क में हैं और पाटना से हमारे पास कुछ जानकारी भी आ रही है. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പൂർണ്ണമായും പരിഷ്കരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയ, സുതാര്യത, ഡേറ്റ സുരക്ഷ തുടങ്ങി പൂർണ്ണമായും ഉടച്ചുവാർക്കുമെന്നും ഇതിനായി പ്രത്യേക സമിതിയെ സർക്കാർ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിയുടെ നിലപാടിൽ പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും തൃപ്തരല്ല. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടും ആസൂത്രിതമാണെന്നും അതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുമാണ് കോൺഗ്രസും എസ്.പിയും തൃണമൂല കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നത്. നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ റദ്ദാക്കിയതെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.